ഈ അപ്പൂപ്പന്റെ പ്രായമുള്ള ആൾക്കാര് വേറെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോ എന്ത് ഫീൽ ചെയ്യും? പുറത്ത് സിനിമയിലല്ല, സിനിമയിലല്ല. ശരിക്കും പുറത്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് പ്രതികരിക്കണം എന്നുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം അധികം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് പ്രതികരിച്ചത് ഈ അടുത്താണ്. സിനിമാ നടി അല്ലായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പ്രതികരിക്കായിരുന്നു. തീർച്ചയായിട്ടും ആണോ? എന്തായാലും പ്രതികരിച്ചു. എല്ലാവരും കേട്ടോട്ടാ, എല്ലാവരും പ്രതികരിച്ചു. എന്നിട്ട് അല്ല, ഈ അടുത്തായിട്ട് ഈ ഇങ്ങനത്തെ ന്യൂസസ് ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ പ്രതികരിക്കാനായിട്ട് ഗേൾസ് ശരിക്കും പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലേ? ആരും പ്രതികരിക്കാത്തവര് പ്രതികരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. രമ്യ നമ്പീശൻ നായികയായിട്ടാണ് സിനിമയിൽ വന്നത്. പക്ഷെ ഇപ്പോൾ ഗായികയായിട്ട് പേരെടുത്തു. എന്നാൽ ഗായികയായിട്ട് വന്ന് നായികയായ മീരാനന്ദന അത്രയും ചാൻസ് കിട്ടിയിട്ടില്ല. ഇതുവരെ സിനിമയിൽ പാടാനുള്ള ആ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. അവസരങ്ങൾ കുറയുന്നത് കൊണ്ട് അസൂയ തോന്നിയിട്ടുണ്ടോ? ആരോട്? രമ്യ നമ്പീശനോടോ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അങ്ങനെ അവസരങ്ങൾ ലഭിക്കാത്തത് എന്നൊരു തോന്നലുണ്ടായി? ഞാൻ ഇപ്പൊ ഇതിനു മുന്നേ പറഞ്ഞൊരു ഉത്തരം അതിന് നല്ലൊരു ആൻസറാണ്. ഞാൻ ബേസിക്കലി ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു സെൽഫ് മാർക്കറ്റിംഗ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. ഞാൻ അങ്ങനെ അങ്ങോട്ട് കയറി ചെന്നിട്ട് എനിക്ക് പാട്ട് വേണം, കണ്ടോ ആ കുട്ടിക്ക് പാട്ട് കൊടുത്തു, എനിക്ക് എന്താ പാട്ട്, അങ്ങനത്തെ തീരെ ഐ എം ലീസ് ബോധേഡ്. ഇപ്പൊ രമ്യക്ക് പാട്ട് കിട്ടിയെങ്കിൽ ഹർ ഗുഡ്, അവൾക്ക് പാട്ട് കിട്ടി അവള് പാടി, നല്ല കാര്യം. എനിക്ക് പാട്ട് അതിന്റെ സമയമായിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ആവുമ്പോ കിട്ടിക്കോളും. അല്ല, എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മീരക്ക് പാടാൻ പറ്റിയ അത്രയും ടഫായിട്ടുള്ള പാട്ടുകളല്ല വന്നത്. അങ്ങനെയുള്ള പാട്ടുകൾ അതാണ് പ്രശ്നം. അത്രയും കുറച്ചും കൂടി ഒരു ടഫ് ലെവല് കൂടിയ ഒരു ലെവലാവുമ്പോ വരുമ്പോ ഒരു വിളിക്കും. കാരണം ഇപ്പൊ ഞാൻ പറയട്ടെ, പുതിയ പിള്ളേരെ കൊണ്ട് പാടാൻ പറ്റാത്ത പാട്ടുകൾ വരുമ്പോ ദാസേട്ടൻ തന്നെ പാടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അത്രേ ഉള്ളൂ. ഞാനൊന്നും പറയാനില്ല. ഇനി പറഞ്ഞ നാളെ അത് മാത്രം ഇവര് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മീരാനന്ദന്റെ ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്നും പറയില്ല. കേട്ടിട്ട് യെസ് യെസ് എന്ന് പറഞ്ഞിട്ടിരിക്കുക, അതാ നല്ലത്. മീരക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയിട്ടുള്ള പാട്ട് ഏതാണ്? ചില പാട്ടുകൾ ഇപ്പൊ സിൽസില എന്നുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോ നമുക്ക് ആ ചെയ്തവനെ തല്ലിക്കൊല്ലാൻ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തല്ലിക്കൊല്ലാൻ തോന്നിയിരിക്കുന്ന പാട്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ സിൽസില തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സമയം അത് മാത്രമായിരുന്നല്ലോ സിൽസില. പിന്നെന്താണ് മറ്റേ സന്തോഷ് പണ്ഡിറ്റ് സോങ്സ്, സന്തോഷ് പണ്ഡിറ്റിന്റെ സോങ്. അത് രണ്ടുപേരും ഫാൻസ് ആണോ? അയ്യോ ഓക്കെ. അല്ല, രണ്ടുപേരും പാടോ സന്തോഷ് പണ്ഡിറ്റിന്റെ പാട്ട്? വെരി സോറി, നോട്ട് ഇൻട്രസ്റ്റ്. അല്ല, ഞാൻ ചോദിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബൈഹാർട്ടായിരിക്കും. എനിക്ക് ദേഷ്യപ്പെട്ട ഗാനമാണെന്ന് പറഞ്ഞിട്ട് ഫുൾ പാടിയ ഇല്ല അങ്ങനത്തെ പാട്ടുകൾ വേറെ പാട്ട് പൊതുവെ. പിന്നെ ഞാൻ പറയാം, ഞാൻ ഒരിടയ്ക്ക് ഞാൻ ചില പാട്ടുകൾ കേൾക്കുമ്പോ ഈശ്വര ഇതൊക്കെ ഏത് നേരത്ത് ഉണ്ടാക്കാൻ തോന്നിയ പാട്ടുകളാണോ എന്ന് ആലോചിക്കാറുണ്ട്. ഇല്ല 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 ഇല്ല, നിങ്ങളുടെ പാട്ടുകളൊന്നല്ല. വേറെ ആണെങ്കിൽ ഇപ്പൊ പറയരുത്, പിന്നെ പറയാം. ചില തമിഴ് ഇല്ല ചില തമിഴ് പാട്ടുകൾ കേൾക്കുമ്പോ നമുക്ക് ദേഷ്യം വരും. എനിക്ക് എൻ പേര് മീനാകുമാരി ആ പാട്ടൊന്നും കേട്ടപ്പോ ദേഷ്യം തോന്നിയിട്ടില്ല. വേറെ ചില എനിക്ക് ആ വാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ. ജയറാമേട്ടനൊരു വാക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പൊ ജയറാമേട്ടന്റെ പണി കിട്ടിയിരിക്കുക, അതുവരെ ഞാനത് യൂസ് ചെയ്യുന്നില്ല ഇവിടെ. അങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോ ചിലപ്പോ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നാറുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. മുല്ലയിലെ കഥാപാത്രത്തിന്റെ പേര് ലച്ചി. മുല്ലയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ സിന്ധുരാജ്. നമ്മളെ മലയാളത്തിലെ തന്നെ മറ്റൊരു നടി ഭാമ. ഭാമയുടെ പേരിൽ കഥാപാത്രത്തിന് പേരിട്ടിട്ട് മീര ഒരു പടത്തിൽ ഉപയോഗിച്ചു, മദ്രാശി. ഓക്കെ. വൈശാഖ് സംവിധാനം ചെയ്ത മല്ലു സിംഗിന്റെ പ്രൊഡ്യൂസർ ആൻഡോ ജോസഫാണ് പ്രൊഡ്യൂസർ. പക്ഷെ അത് ലൊക്കേഷനിൽ ഉണ്ടായിട്ടല്ല, ഞാൻ പറഞ്ഞ ആരുടെ പേരിലായിരുന്നു ആ പടം പ്രൊഡ്യൂസ് ചെയ്തത്? ആൻഡോ ജോസഫ്. മറ്റേ അവരുടെ മെഗാ മീഡിയ. അതെ, പക്ഷെ പ്രൊഡ്യൂസറുടെ സ്ഥാനത്ത് ആൻഡോ ജോസഫ് എന്നല്ല, നീത ആൻഡോ. മുല്ല എന്ന ചിത്രമാണ് ആദ്യം അഭിനയിച്ചത്. സാധാരണഗതിയിൽ നമ്മൾ അതെല്ലാം ഓർത്തിരിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലീസ് ചെയ്ത ഡേറ്റ് ഒക്കെ ഓർത്തിരിക്കണം. ഏത് ഡേറ്റ്, ഏത് വർഷം? 2008 മാർച്ച് 26 ഓർ 27. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. 27 ആണോ? ആദ്യ ചിത്രത്തില് അമ്മയായിട്ട് അഭിനയിച്ച നടിയുടെ പേര്? വനിത ആന്റിന്ന് അവരുടെ പേരിലെ കൂടെ ഒന്നുമില്ല. വനിത
പുതിയ മുഖം എന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് അനിൽ മാത്യു ആണ് ഒരു പ്രൊഡ്യൂസർ. പിന്നെ ഒരാള് കൂടി ഉണ്ടായിരുന്നു, ഷാഫി മേത്ര. അല്ല, പുള്ളി പ്രൊഡ്യൂസർ അല്ല. ഷഫീർ മറ്റോ പറഞ്ഞിട്ട് അല്ല അല്ല അല്ലേ, ഷ വെച്ചിട്ടല്ലേ തുടങ്ങുന്ന? നാദർഷ അല്ല, തുടങ്ങണതാ ഇല്ല. ഞാൻ ഒരെണ്ണം പറഞ്ഞില്ലേ, അതന്നെ വലിയ കാര്യല്ലേ? അതല്ല, രണ്ടുപേരോട് കാശ് കൊടുക്കുമ്പോ ഒരാള് മാത്രം ഓർത്തിരിക്കാന്നുള്ളത് പാർശ്വലിക്കാണ്. അതുപോലെ മറ്റാളെ കൂടി ഓർക്കണമായിരുന്നു. മുരുകനോ? മുരുകൻ. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ താങ്കളെ 3 സിനിമകളിൽ അദ്ദേഹത്തിന്റെ അഭിനയിപ്പിച്ചു. ഏതാണ്? സിന്ധുരാജ്. ഏതൊക്കെയായിരുന്നു? മുല്ലയില്, പുതിയ മുഖത്തില്, എൽസമ്മൽ. ഒരു സംവിധായകൻ പ്രൊഡ്യൂസ് ചെയ്ത് മറ്റൊരു സംവിധായകൻ ഡയറക്ട് ചെയ്തു താങ്കൾ അഭിനയിച്ച ചിത്രം. സംവിധായകൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു സംവിധായകനായിരുന്നു എന്റെ ഒരു വളരെ പ്രമുഖനായിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു സംവിധായകൻ. ദിലീപിനെയൊക്കെ വെച്ചിട്ട് ഒത്തിരി ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുള്ള സംവിധായകനാണ് എന്റെ നിർമ്മാതാവ്. വേറൊരു കോട്ടയത്തുള്ള വേറൊരു സംവിധായകനെ കൊണ്ട് കോട്ടയത്തുള്ളതെന്നും കൂടി പറഞ്ഞിട്ട് ജോഷി മാത്യു സാർ. അപ്പം സിനിമ എനിക്കറിയാം, 10ാം നിലയിലെത്തിയ വണ്ടി. മറ്റേ പ്രൊഡ്യൂസറായിരുന്നു ഡെനിസ് ജോസഫ് സാർ. അല്ല, സോറി, ജോസ് തോമസ് സാർ. ജോസ് തോമസ്. കുഞ്ചാക്കോ ബോബൻ, രഘുനന്ദൻ, താങ്കൾ, ഉഷ. ഒരിടത്തൊരു പോസ്റ്റ്മാൻ. അയ്യനാറിന്റെ മ്യൂസിക് ഡയറക്ടർ താങ്കളുടെ തമിഴ് ചിത്രമായിട്ടുള്ള അയ്യനാർ. തമൻ. ജയസൂര്യ കഴിഞ്ഞില്ലേ? ഇല്ല, ജയസൂര്യ 10 വർഷത്തിൽ അഭിനയിച്ച ശങ്കരനും മോഹൻലും എന്ന ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. ചിത്രത്തിന്റെ മ്യൂസിക് ഡയറക്ടറോ? ശങ്കരനും മോഹൻ എന്ന് പറഞ്ഞ സിനിമയില് നായികലായിരുന്നു. അതില് പാട്ടുണ്ടോ? അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാണ്? ശങ്കരനും മോഹനിന്റെ മ്യൂസിക് ഡയറക്ടർ. അതില് റീ റെക്കോർഡിംഗ് ആരാന്നറിയാം? ഇല്ല. മ്യൂസിക് ആരാന്നറിയാം? അതല്ലേ അറിയില്ല. മ്യൂസിക് മോഹൻ സിത്താര. ലൊക്കേഷനിൽ വെച്ചിട്ട് പാട്ട് കേൾപ്പിച്ചു തന്നാണ്. ആരെ? മോഹൻ സിത്താര സാർ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മോഹൻ സിത്താര സാറ് പാട്ടൊക്കെ കേൾപ്പിച്ചു തന്നിട്ട് അത് മറന്നു. ആ പാടത്തില് പാട്ടുണ്ടോ എന്നൊരു ചോദ്യം വരെ ചോദിച്ചത്. ലക്ഷ്മി എന്ന പേരിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്ത ചിത്രം. ലക്ഷ്മി, അത് സ്വപ്നസഞ്ചാരി. മീരാനന്ദൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണെന്ന് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും ഇത്ര ഗ്ലാമറസ് ആയുള്ള ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ സമുദായത്തിൽ നിന്നും എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി എനിക്ക് നോക്കേണ്ടത് എന്റെ അച്ഛനും അമ്മയും, പിന്നെ എന്റെ വല്യമ്മ, അങ്ങനെ അടുത്തുള്ള കസിൻസ്, അങ്ങനെ അവർക്ക് ആർക്കും ഒരു എതിർപ്പ് ഉണ്ടായിട്ടില്ല. ബാക്കി ആർക്കും എതിർപ്പുണ്ടായാലും എനിക്കൊരു വിരോധമില്ല. അല്ല, എനിക്ക് നേരിട്ട് എന്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെ സംസാരിക്കുന്നത്. അവര് വീട്ടിൽ ചെന്നിട്ട് വേറെന്താ പറയുന്നത് എനിക്കറിയില്ല.